മന്തി ഭയങ്കര ഓവർ ഹൈപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓവർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ഫുഡാണ് എനിക്ക് തോന്നാറുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പിന്നെ എന്തിനാ മന്തിനെയും കുറ്റം പറഞ്ഞുകൊണ്ട് മന്തി കഴിക്കാൻ പോയെന്ന്. ഞാൻ എൻ്റെ ലൈഫിൽ ആകെ 2-3 പ്രാവശ്യം മന്തി കഴിച്ചിട്ടുള്ളൂ. ഫസ്റ്റ് ടൈം ഞാൻ സെക്കൻഡ് ഇയർ ബാച്ചിലേഴ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ലാബിലുള്ള കൊളീഗ്സ് ഞങ്ങളെയും കൊണ്ട് പോയതാണ്. അപ്പോൾ ഇത് മന്തിയാണെന്നൊന്നും അപ്പം അറിയുന്നുണ്ടായിരുന്നില്ല. ഇവിടുത്തെ എന്തോ സ്പെഷ്യൽ ഫുഡാണെന്നുള്ള രീതിക്കാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് നാട്ടിൽ നിന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെയും ആൻഡ് ദെൻ അഗെയിൻ ഹൈദരാബാദിലുള്ളപ്പോൾ ഞങ്ങൾ ഒരു ട്രിപ്പ് പോയ സമയത്ത് ഞങ്ങളിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിട്ട് തോന്നിയത് ഒരു മന്തി ഹൗസാണ്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് കഴിച്ചതാണ്. ഇപ്പം മന്തി കഴിക്കാൻ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചില സമയം ഈ വീഡിയോസൊക്കെ കണ്ടിരിക്കുമ്പം അയ്യോ മന്തി കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ കഴിച്ചാൽ കൊള്ളാം എന്നുള്ളൊരു തോന്നലുണ്ടാവുമല്ലോ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോഴേ കഴിച്ചിട്ടൊക്കെ അങ്ങ് പോയാൽ പിന്നെ ആ ഒരു ആക്രാന്തം ഉണ്ടാവില്ലല്ലോ. അപ്പം ഞാനും ദേവും അമ്പാടിയും കൂടിയിട്ടാണ് ഇവിടെ മട്ടന്നൂരുള്ള രാരാവീസിൽ പോയിട്ട് മന്തി കഴിക്കാമെന്ന് വിചാരിച്ചത്. ഒരു പെരി പെരി അൽഫാമും പിന്നെ പെപ്പർ അൽഫാമോ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നന്നായിട്ട് ഞങ്ങൾ ഫുഡ് അടിച്ച് അത് കഴിഞ്ഞ് ഡൈജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു ലെമൺ ടീയും മിൻറ്റ് ടീയും പിന്നെ ഇത് ഗ്രേപ്പ് ലൈമാണ് അതുമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നൈറ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ടേഷൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് അച്ഛൻ ഞങ്ങൾ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു. കാരണം അച്ഛൻ ചിക്കൻ കഴിക്കൂല. അപ്പം ഞങ്ങൾ ഉള്ളിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ അടുത്ത് തന്നെ രാരാവീസിൻ്റെ ഫാമിലി റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ പോയിട്ട് പനീർ ചില്ലിയും ചപ്പാത്തിയും വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. പാവച്ചൻ അത്രയും സമയം അവിടെ പോസ്റ്റ് ആയിരുന്നു.